രാവിലെ 5 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തെ കീഴടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പുതച്ചുമൂടി കിടന്നുറങ്ങുന്ന ആ സമയത്താണ് ലോകത്തെ മാറ്റിമറിച്ച വലിയൊരു ശതമാനം മനുഷ്യരും അവരുടെ ദിവസം ആരംഭിക്കുന്നത്. ലോകപ്രശസ്ത എഴുത്തുകാരൻ റോബിൻ ശർമ്മ തൻ്റെ ദി 5 AM ക്ലബ് എന്ന പുസ്തകത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രഭാതങ്ങളെ മാറ്റുക. രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു മണിക്കൂർ സമയത്തെ അദ്ദേഹം ദി വിക്ടറി അവർ എന്നാണ് വിളിക്കുന്നത്. ഈയൊരു മണിക്കൂർ ലോകം നിശബ്ദമായിരിക്കും. സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളും ഉണ്ടാവില്ല. ഈ സമയം സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നവർക്ക് പകൽ സമയത്ത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെയും വ്യക്തിത്വത്തോടെയും പ്രവർത്തിക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിലെ ആശയത്തിന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. രാമേശ്വരത്തെ ഒരു സാധാരണ തമിഴ് കുടുംബത്തിൽ ജനിച്ച് ജീവിക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ പത്രം വിറ്റ് നടന്നിരുന്ന ആ കുട്ടി പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. തൻ്റെ കണക്കധ്യാപകൻ്റെ അരികിൽ പോയി പഠിക്കാനും പിന്നീട് പത്രങ്ങൾ ശേഖരിച്ച് വിതരണം ചെയ്യാനും അദ്ദേഹം കണ്ടെത്തിയ സമയം അതായിരുന്നു. പിൻകാലത്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ ആയപ്പോഴും രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയപ്പോഴും പുലർച്ചെയുള്ള ആ ശീലം അദ്ദേഹം കൈവിട്ടില്ല. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന് കലാം സാർ പറഞ്ഞത് വെറുതെയല്ല. തൻ്റെ പുലർച്ചെയുള്ള ആ കഠിനാധ്വാനമാണ് അദ്ദേഹത്തെ ആ ജനകോടികളുടെ നായകനാക്കിയത്. കൂട്ടുകാരെ, വലിയ വിജയങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല. നമ്മൾ ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണത്. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങണോ അതോ എഴുന്നേറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ പ്രഭാതങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയും. നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ നിങ്ങൾ ആരൊക്കെ തയ്യാറാണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.